അപ്പം മക്കളെ ഒന്ന് വേഗം വന്നേ, ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി കാണാൻ വേണ്ടിയിട്ട്. ഇന്ന് ഞാൻ ഇപ്പം നമുക്ക് ചക്ക സീസണാണല്ലോ, അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ പയ്യന്നൂരിൻ്റെ സ്വന്തം ചക്ക മോളീഷയാണ് ഉണ്ടാക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ. തെക്കൻ ജില്ലകളിൽ ഇത് വേറെ മുളകൂഷി എന്ന് പറഞ്ഞ് ഒരു ഐറ്റം ഉണ്ട്, പക്ഷേ ഇത് അല്പം ഡിഫറെൻ്റാണ് കേട്ടോ. ശബ്ദം കോൾഡ് പിടിച്ചതുകൊണ്ട് കുറച്ച് ചിലമ്പിച്ചിട്ടുണ്ട്, ക്ഷമിക്കുക. അപ്പം ഞാനിവിടെ ഒരു മീഡിയം സൈസ് ചക്കയുടെ അരഭാഗം ചുളയും കുരുവും ചെറുതായി മുറിച്ചിട്ടുണ്ട്. കുരു മുഴുവനായിട്ട് എടുത്തിട്ടില്ല, കുരു അതിൻ്റെയും പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. വളരെ ചെറുതായിട്ട് മുറിച്ചിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ മതിയാകും കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വേവിക്കാൻ വെക്കുക കുക്കറിൽ. ആവശ്യത്തിന് വെള്ളം ചേർക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അതുകൊണ്ട് അതിന് ശേഷം 2 വിസിൽ വരുന്നത് വരെ വേവിക്കുക. നല്ലോണം ആയി വന്നിട്ട് വേണം വിസിലിടാൻ വേണ്ടിയിട്ട് കേട്ടോ. നമുക്ക് 2 വിസിൽ വന്നാൽ ഓഫാക്കി വെച്ച് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. 2 വിസിൽ വന്നിട്ടാകുമ്പോൾ കുക്കർ ഓഫാക്കണം. പിന്നെ നമുക്ക് ഇതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. അരവിനായിട്ട് 1 ടീസ്പൂൺ കുരുമുളക്, 2 ടേബിൾ സ്പൂൺ തേങ്ങ, 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ 3-4 അല്ലി വെളുത്തുള്ളി. ഇതെല്ലാം കൂടി മിക്സിയിൽ അരച്ചെടുക്കുക. ജീരകവും വെളുത്തുള്ളിയെല്ലാം നന്നായിട്ട് അരയണം കേട്ടോ. കുരുമുളകും അത് പോയതിന് ശേഷം കുക്കർ തുറന്ന് ഈ അരച്ച അരവ് അതിലേക്ക് ചേർത്ത്, പിന്നെ അതിൽ 1/2 കപ്പ് തേങ്ങ കൂടി ചേർക്കണം, ചിരവിയത്. എന്നിട്ടെല്ലാം കൂടി നന്നായി ഇളക്കി ആവശ്യത്തിന് വെള്ളവും ചേർത്ത്, അധികം കട്ടിയാവാൻ പാടില്ല, കുറച്ച് ലൂസായിട്ടുള്ള കറിയാണിത്. അധികം ലൂസാവാൻ പാടില്ല കേട്ടോ. പിന്നെ കറിവേപ്പില നമ്മൾ വറുച്ചുകൊണ്ടിരിക്കണം. പിന്നെ വറുത്തിടുക വേണ്ടത്. അതിനായിട്ട് കടുവും കരിവേപ്പിലയും എണ്ണയിൽ വറുക്കും പൊട്ടുമ്പോൾ. പിന്നെ 2-3 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ഇട്ട് വറുത്ത് വെക്കുക. പിന്നെ കരിവേപ്പിലയും ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് പാത്രഭാഗം വരുന്നവരെ വെക്കുക. നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് ചക്ക മോളീഷ്യം. അധികം ആൾക്കാർ ഈ ടൈപ്പ് കറി കേട്ടിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തെക്കോട്ട് ചക്ക മുളകൂഷിയുണ്ട്, അത് ഡിഫറെൻ്റാണ്, ഇതുപോലെയല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഇപ്പോൾ ചക്കയുടെ സീസണാണല്ലോ, അപ്പോൾ എല്ലാവരും അധികം വീട്ടിലും ചക്ക ഉണ്ടാവും, എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല. എന്നാലും ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.